ഹായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 10ലെ ചാപ്റ്റർ 2 സർക്കിൾസ് ആണ് കേട്ടോ. സോ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സപ്പോസ് വി ഡ്രോ എ സർക്കിൾ വിത്ത് ദ ബോട്ടം സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ ഇൻ ദ പിക്ചർ ആസ് ഡയമീറ്റർ. Find out whether the top corner of each triangle is inside the circle, on the circle or outside the circle. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ ബോട്ടം സൈഡ് ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പം അതിൻ്റെ ടോപ്പ് കോർണേഴ്സ്, ഇപ്പം 3 ട്രയാങ്കിൾ ഉണ്ടല്ലേ, അതിൻ്റെ 3 ട്രയാങ്കിളിൻ്റെയും ടോപ്പ് കോർണേഴ്സ് സർക്കിളിൻ്റെ ഏത് ഭാഗത്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് സർക്കിളിൻ്റെ ഉള്ളിലാണോ, സർക്കിളിൻ്റെ പോയിന്റിലാണോ, അതോ സർക്കിളിൻ്റെ പുറത്താണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ നമുക്കിത് കണ്ടുപിടിക്കാം. സോ ആൻസർ. സോ നമ്മൾ ആദ്യം നോക്കുന്നത് ഈ ട്രയാങ്കിൾ ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ട്രയാങ്കിൾ. അപ്പം ഈ ട്രയാങ്കിൾ നോക്കിയതിൻ്റെ ആംഗിൾ എത്രയാണ്? 110 ആണല്ലേ. സോ ദ ആംഗിൾ ഓഫ് ദ ഫസ്റ്റ് ട്രയാങ്കിൾ ഈസ് 110. അപ്പോൾ ഇത് നോക്കിയേ, 110 90യേക്കാളും വലുതാണല്ലേ. അപ്പോൾ ഒബ്റ്റ്യൂസ് ആംഗിൾ, 90യേക്കാളും വലിയ ആംഗിളിന് നമ്മൾ എന്ത് പറയും? ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയും. അപ്പോൾ ഇത് സർക്കിളിൻ്റെ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക ഒരു ചെറിയ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത് നോക്കിക്കേ, ഈ 90 എന്ന് പറയുന്നത് ക്ലാസ്സിൽ ജയിക്കാനുള്ള പാസ് മാർക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ 90യിലും കൂടുതലുള്ള മാർക്കുള്ള ആൾക്കാർ എവിടെ ഇരിക്കും? ക്ലാസ്സിൻ്റെ അകത്തിരിക്കും അല്ലേ, ഇൻസൈഡ് ദ ക്ലാസ്. അപ്പം ഈ ആംഗിൾ എവിടെയായിരിക്കും? സർക്കിളിൻ്റെ അകത്തായിരിക്കും. സോ ദ ടോപ്പ് കോർണർ വിൽ ബി ഇൻസൈഡ് ദി സർക്കിൾ. ഇനി നെക്സ്റ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് നോക്കി, ഇതാണ് നമ്മുടെ സെക്കൻഡ് ട്രയാങ്കിൾ. അപ്പം ഇതിൻ്റെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണല്ലേ. അപ്പം 90 ഡിഗ്രി പാസ് മാർക്കാണെങ്കിൽ ജസ്റ്റ് എസ്കേപ്പ് അല്ലേ. അപ്പം ക്ലാസ്സിൻ്റെ വെളിയിലും അല്ല, ക്ലാസ്സിൻ്റെ അകത്തും അല്ലാത്തൊരു സിറ്റുവേഷൻ. അപ്പം ജസ്റ്റ് ഓൺ ദി സർക്കിൾ ആയിരിക്കും. ഇനി അടുത്ത നോക്കിയേ, ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ട്രയാങ്കിൾ. ഇതിൻ്റെ ആംഗിൾ എത്രയാണ്? 70 ഡിഗ്രി. അപ്പം നോക്കിയേ, 70 90യേക്കാളും ചെറിയ ആംഗിളാണ്, അക്യൂട്ട് ആംഗിൾ ആണല്ലേ. അപ്പം പാസ് മാർക്കിനേക്കാൾ കുറവാണെങ്കിൽ നമ്മുടെ ടീച്ചർ നമ്മളോട് എന്താ പറയുന്നത്? ഗെറ്റ് ഔട്ട്സൈഡ് ദി ക്ലാസ്. അപ്പോൾ ഇവിടെ എന്ത് പറയും? ഈ ആംഗിൾ സർക്കിളിൻ്റെ ഔട്ട് സൈഡിലാണ്. ദ ടോപ്പ് കോർണർ വിൽ ബി ഔട്ട്സൈഡ് ദ ക്ലാസ്. ഓക്കെ. ഇനി നമുക്ക് ഒരു സംശയം വരുന്നത്, ഈ ഒബ്റ്റ്യൂസ് ആംഗിൾ ആണോ അത് അക്യൂട്ട് ആംഗിൾ ആണെന്നാണ്. അപ്പം നമ്മൾ ഇൻസൈഡ് ദി സർക്കിൾ ആണോ ഔട്ട്സൈഡ് ദി സർക്കിൾ ആണെന്ന് നമുക്ക് ഒരു ബോധ്യമായല്ലേ. ഇനി ഈ പേരാണ് നമുക്ക് ഇച്ചിരി കൺഫ്യൂഷൻ വരുന്നത്. അപ്പം ഈ നോക്കിയേ, 90യേക്കാളും ചെറിയത്. അപ്പോൾ ഒരു ചെറിയ കുട്ടി എന്ന രീതിയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഈ കുഞ്ഞു കുട്ടികൾ ഒരു ക്യൂട്ടാണല്ലേ. അപ്പം എ ക്യൂട്ട്, അപ്പം അക്യൂട്ട്. ഓക്കെ. അപ്പോൾ കുഞ്ഞു കുട്ടികൾ എന്താണ്? ക്യൂട്ട് കുട്ടികളായതുകൊണ്ട് നമ്മൾ അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നു, 90യേക്കാളും ചെറിയതാണെങ്കിൽ. ഓക്കെ. അപ്പോൾ വലിയതാണെങ്കിൽ എന്താണ്? ഒബ്റ്റ്യൂസ് ആംഗിൾ. ഓക്കെ. അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിരിക്കുക. അപ്പോൾ 90 ഡിഗ്രി ആണെങ്കിൽ ഓൺ ദി സർക്കിൾ ആയിരിക്കും, 90യേക്കാളും കൂടുതലാണെങ്കിൽ ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും, 90യേക്കാളും കുറവാണെങ്കിൽ എവിടെയാണ്? ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും. ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.